നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പുതിയ ഫീച്ചർ വന്നിട്ടുണ്ട്, ട്രയൽ ഫീച്ചർ. ഈ ട്രയൽ ഫീച്ചറിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിനെ നോൺ ഫോളോവേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി, അതായത് വീഡിയോസിനെ എത്തിക്കാൻ വേണ്ടിയുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൻ്റെ പുതിയ ഫീച്ചറാണ്. അപ്പോൾ ഇത് പലർക്കും അവൈലബിൾ അല്ല, ഇത് പലരുടെ അക്കൗണ്ടുകളിൽ ഇത് കിട്ടുന്നില്ല. അത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ എനിക്കിപ്പോൾ ട്രയൽ ഫീച്ചർ അവൈലബിൾ അല്ല എൻ്റെ ഈ അക്കൗണ്ടിനകത്ത്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ, ഒരു 2-3 കാര്യങ്ങൾ ചെയ്ത് എങ്ങനെയാണ് നമ്മുടെ ഈ അക്കൗണ്ടിനകത്ത് ട്രയൽ ഫീച്ചർ എനേബിൾ ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ അക്കൗണ്ട് പ്രൈവറ്റ് ആണെങ്കിൽ അതെന്തായാലും ഉറപ്പായിട്ട് പബ്ലിക് ആക്കിയിടുക. കാരണം പബ്ലിക് അക്കൗണ്ടിൽ മാത്രമാണ് നമ്മുടെ ഈ കാര്യങ്ങൾ വർക്കാവുള്ളൂ. അതായത് പബ്ലിക് അക്കൗണ്ടിലാണ് ട്രയൽ ഫീച്ചർ വർക്കാവുള്ളൂ. കാരണം സിമ്പിളായിട്ട് നമുക്ക് ചിന്തിച്ചറിയാം, നമ്മുടെ അക്കൗണ്ട് നോൺ ഫോളോവേഴ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ പബ്ലിക് അക്കൗണ്ട് ആവണം എന്നുള്ളത് സിമ്പിൾ ലോജിക്കാണ്. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫീച്ചർ നമ്മൾ അവൈലബിൾ ആവാത്തതിന് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും സെറ്റിംഗ്സിലേക്ക് തന്നെ വരിക. നമ്മൾ സെർച്ചിൽ പോയിട്ട് സ്റ്റാറ്റസ് നടിക്കുക. അപ്പോൾ അക്കൗണ്ട് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അക്കൗണ്ട് സ്റ്റാറ്റസിൽ കയറിയിട്ട് നമ്മൾ നോക്കുക, റിമൂവ്ഡ് കണ്ടന്റ് മെസ്സേജിങ് ഇഷ്യൂ അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ടാവും. അതിനകത്ത് നമ്മുടെ ഇതിൻ്റെ ഏറ്റവും അടിയിൽ ഫീച്ചേഴ്സ് യു കാൻഡ് യൂസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ഫീച്ചേഴ്സ് യു കാൻഡ് യൂസ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങളിവിടെ ഗ്രീൻ ടിക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫീച്ചർ പോലും പ്രശ്നങ്ങളില്ല. ഇവിടെ ചിലവരുടെ റെഡ് ടിക്ക് ആണെങ്കിൽ നിങ്ങൾ ഇതിന് വേണ്ടി നിന്നിട്ട് കാര്യമില്ല. ഞാൻ ഇനി മൂന്നാമതായി പറയാവുന്ന കാര്യം ചെയ്തിട്ട് കാര്യമില്ല. ഇത് ബ്ലൂ ടിക്ക്, റെഡ്, ഇത് ഗ്രീൻ ടിക്കിലാണ് നിങ്ങളുടെ കിടക്കുന്നതെങ്കിൽ നമുക്ക് മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ആ മൂന്നാമത്തെ കാര്യം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, മൂന്നാമത്തെയും നാലാമത്തെയും കാണുക. എന്നിട്ട് അതേപോലെ ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫീച്ചർ എനേബിൾ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ നോക്കാം. നമ്മുടെ സെറ്റിംഗ്സിൽ പോകുക, അതായത് നമ്മൾ പ്രൊഫൈലിൽ പോയിട്ട് ഇവിടെ മേലെ 3 ബാറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇത് വരും. ഇതിനകത്ത് പോയിട്ട് സെർച്ച് ചെയ്യുക, പ്രൊഫഷണൽ എന്ന് സെർച്ച് ചെയ്യുക. പ്രൊഫഷണൽ, അങ്ങനെ പ്രൊഫഷണൽ സെർച്ച് ചെയ്യുമ്പോൾ ഒന്നും അല്ലെങ്കിൽ ആഡ് ന്യൂ പ്രൊഫഷണൽ അക്കൗണ്ട് എന്നുണ്ടാവും, അല്ലെങ്കിൽ സ്വിച്ച് ടു പ്രൊഫഷണൽ അക്കൗണ്ട് എന്നുണ്ടാവും. ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ വരുമ്പോൾ നമ്മൾ ഇതിനകത്ത് കയറുക. ആഡ് ന്യൂ ആണെങ്കിലും ഏതാണെങ്കിലും, ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് നിങ്ങൾ സ്വിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആഡ് ന്യൂ പ്രൊഫഷണൽ അക്കൗണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ചെയ്യാത്ത ആളാണെങ്കിൽ സ്വിച്ച് ടു പ്രൊഫഷണൽ അക്കൗണ്ട് എന്ന് കൊടുക്കുക. സ്വിച്ച് ടു പ്രൊഫഷണൽ അക്കൗണ്ട് കൊടുത്തിട്ട് ഒന്നും അല്ലെങ്കിൽ ബിസിനസ് അക്കൗണ്ട് ആക്കുക, അല്ലെങ്കിൽ അതൊരു ക്രിയേറ്റർ അക്കൗണ്ട് ആക്കുക. ഈ 2 കാര്യങ്ങൾ നമ്മൾ ആദ്യം ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇനി ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്കിപ്പ് ചെയ്യരുത് ഈ വീഡിയോ. നമ്മൾ വീണ്ടും ആ 3 ബാറിലേക്ക് വരിക. ആ 3 ബാറിലേക്ക് വന്നതിന് ശേഷം നമ്മൾ അടിയിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഹെൽപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ഹെൽപ്പിൻ്റെ അകത്ത് കയറുക. ഈ വീഡിയോ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യുക. അതിനുശേഷം റിപ്പോർട്ട് എ പ്രോബ്ലം എന്നുള്ള കൊടുക്കുക. അതിനകത്ത് വീണ്ടും റിപ്പോർട്ട് എ പ്രോബ്ലം കൊടുക്കുക. അതിനകത്ത് ഇങ്ങനെ നമുക്കൊരു എഴുത്ത് വരും. അതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ട് കണ്ടിന്യൂ എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ കറക്റ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മളിങ്ങനെ എഴുതുക, ഇൻസ്റ്റാഗ്രാം ന്യൂ ട്രയൽ ഫീച്ചർ നോട്ട് അവൈലബിൾ ഇൻ ദിസ് അക്കൗണ്ട്, പ്ലീസ് മേക്ക് ഇറ്റ് അവൈലബിൾ എന്ന് പറഞ്ഞ് മാത്രം ജസ്റ്റ് ഷോർട്ട് ആയിട്ടുള്ള ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഇത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് നേരെ കൊണ്ട് ടൈപ്പ് ചെയ്യാം. അങ്ങനത്തെ രീതിയിൽ തന്നെ, ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് അയച്ചാൽ മതി. എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ സെൻഡ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാവും. ആ സെൻഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പല അക്കൗണ്ടുകളിൽ ഇത് ട്രൈ ചെയ്ത് നോക്കി. ആ ട്രൈ ചെയ്ത് നോക്കിയാൽ ഒരു 80% അക്കൗണ്ടുകളിലും ഇത് നടന്നിട്ടുണ്ട്. ചില അക്കൗണ്ടുകളിൽ ഇത് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനെന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റാത്ത എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും. അപ്പം നമുക്ക് ഇത് ശരിക്കും എനിക്ക് കിട്ടിയത് 3 ദിവസം കൊണ്ടൊക്കെയാണ്. നമുക്ക് ഇങ്ങനെ അയച്ചതിന് ശേഷം 3-4 ദിവസമൊക്കെ എടുത്തിട്ടാണ് നമുക്ക് ഇത് എനേബിൾ ആവുക. ചിലവർക്ക് ഒരാഴ്ച എടുക്കാറുണ്ട്, 2 ആഴ്ച എടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കുക, നിങ്ങൾക്കും അതിൻ്റെ സമയം അനുസരിച്ച് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് വെക്കുക. താങ്ക് യു.